അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി ഈ ബക്കറ്റുകളിൽ എടുക്കുന്ന ബ്ലാക്ക് ജയന്റ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ച് ആണ്. നമ്മൾ ഗ്രോത്ത് അപ്ഡേറ്റും ചെയ്യുന്നുണ്ട്. ഈ അവസാനത്തെ 2 ബക്കറ്റിൽ എടുക്കുന്ന ആൽബിനോ ജയന്റ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ചും ഗ്രോത്ത് അപ്ഡേറ്റും നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്താൽ കാണാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിൽ നമ്മൾ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് പ്ലേലിസ്റ്റ് സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയും ഈ മീനുകളുടെ പേരിൽ നിങ്ങൾക്ക് എല്ലാ പ്ലേലിസ്റ്റുകളും അവൈലബിൾ ആണ്. എന്തിനാണ് നമ്മൾ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് നമ്മുടെ വീഡിയോ സെക്ഷനിൽ നിന്നിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു മീനിനെ പറ്റി നിങ്ങൾക്ക് അറിയാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൽബിനോ ജയന്റ് ഗൗരാമി ആണെന്നുണ്ടെങ്കിൽ ജയന്റ് ഗൗരാമി എന്നിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ആൽബിനോ എന്നിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ ആൽബിനോ ജയന്റ് ഗൗരാമിയുടെ വീഡിയോസും അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ എല്ലാ മീനുകളുടെയും നമ്മൾ ഇതുപോലെ പ്ലേലിസ്റ്റ് തിരിച്ച് അതിനകത്ത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് സെക്ഷൻ വിസിറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് ആ പ്ലേലിസ്റ്റ് സെക്ഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക. എത്രത്തോളം യൂസ്ഫുൾ ആണ് എന്നുള്ളത് അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കാം. ഈ കാണുന്ന ആദ്യത്തെ 3 ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. ഈ 3 ബക്കറ്റുകളിലും എടുക്കുന്നത് നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് ഏറ്റവും ചെറിയ സൈസുള്ള ബ്ലാക്ക് ജയന്റ് ഗൗരാമികളാണ്. ഏറ്റവും ചെറിയ സൈസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രായം ഇപ്പോൾ ഏകദേശം 1 വർഷമായിട്ടുണ്ട്. നമ്മൾ 2 ഇഞ്ച് സൈസുള്ള ചെറിയ കുഞ്ഞുങ്ങളെ വാങ്ങിയതാണ്. 4 എണ്ണത്തിന് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 3 എണ്ണത്തിനെയാണ് ഈ ബക്കറ്റുകളിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. ഒരെണ്ണത്തിന് നമുക്ക് ബക്കറ്റ് അന്ന് ഫ്രീ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നമ്മുടെ ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ട് ഇട്ടു. അപ്പോൾ ഈ 3 എണ്ണത്തിൻ്റെ വാട്ടർ ചേഞ്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. വെള്ളം നല്ല രീതിയിൽ ആൽഗെ വന്നിട്ടുണ്ട്. പച്ച കളറിലാണ് കിടക്കുന്നത്. നമുക്ക് ഈ ആദ്യത്തെ ബക്കറ്റിലാണ് കുറച്ച് നല്ല രീതിയിൽ എന്താ പറയുക അഴുക്കെന്ന് പറയാൻ പറ്റില്ല, അത് ആൽഗെ അടിച്ചാണ് കിടക്കുന്നത്. പക്ഷേ അതിനകത്ത് അഴുക്കുമുള്ളതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഈ രണ്ടാമത്തെ കണ്ടെയ്നർ വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. മൂന്നാമത്തെയും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഓക്കെയാണ് വെള്ളത്തിൻ്റെ കണ്ടീഷൻ. ആദ്യത്തേലാണ് നല്ല രീതിയിൽ തിക്കായിട്ട് ആൽഗയും ചിലപ്പോൾ അടിഭാഗത്ത് നല്ല രീതിയിൽ അഴുക്കും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമുക്കും കൃത്യമായിട്ട് ഇതിൻ്റെ സൈസ് അറിയില്ല, കാരണം ഈ തല മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഫീഡ് ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പോൾ അതിൻ്റെ ബോഡി എത്രത്തോളം ഇവർ ഗ്രോത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ എടുത്ത് മാറ്റിയാൽ തന്നെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ സ്ഥിരം ചെയ്യുന്ന നമ്മുടെ പരിപാടി, അതായത് നമ്മുടെ ട്രാൻസ്പാരൻറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റിയിട്ട് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവരുടെ സൈസ് നമ്മളൊന്ന് അളന്ന് നോക്കുന്നുണ്ട്, ഈ ഒരു വർഷം കൊണ്ട് ഇവർക്ക് എത്ര സൈസായി എന്നുള്ളത്. ഈ ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്നത് കുറച്ച് സൈസ് ഉള്ളതായിരുന്നു നമ്മൾ വാങ്ങിയ സമയത്ത്. കുഞ്ഞുങ്ങളായിരുന്നു, പക്ഷേ അതിൽ കുറച്ച് സൈസ് ഉള്ളതായിരുന്നു ഈ ആദ്യത്തെ 2 ബക്കറ്റിൽ കിടക്കുന്നത്. പിന്നെ മൂന്നാമത്തെയും നാലാമത്തെ ഞാൻ പറഞ്ഞു നമ്മൾ ഔട്ട്ഡോർ ടാങ്കിൽ കൊണ്ടിട്ടു. ഈ മൂന്നാമത്തെ ബക്കറ്റിൽ കിടക്കുന്നത് കുറച്ച് സൈസ് കുറഞ്ഞതായിരുന്നു നമ്മൾ ഇടുന്ന സമയത്ത്. ഇപ്പോൾ എത്രയും നമുക്കറിയില്ല. ഇതേ അപ്പോൾ നമ്മൾ ആദ്യത്തെ ബക്കറ്റിലുള്ള ജയന്റ് ഗൗരാമിയെ ഇതേ പിടിച്ച് ഈ ഒരു കണ്ടെയ്നറിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 1 വർഷമാണ് നമ്മൾ ആയിട്ടുള്ളതിനെ വാങ്ങിയിട്ട്. നമ്മൾ ലെങ്ത്ത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. ഇതിൻ്റെ നീളം എന്ന് പറയുന്നത് ഏകദേശം 7 ഇഞ്ച് വരുന്നുണ്ട്. നമ്മൾ മുമ്പ് ചെയ്ത ജയന്റ് ഗൗരാമികളുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ജയന്റ് ഗൗരാമികൾ 1 വർഷം കൊണ്ട് വെക്കാവുന്ന ഒരു ഏകദേശ സൈസ്, അതിൻ്റെ ഒരു റേഞ്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1 വർഷം കൊണ്ട് ഇവർ വെക്കുന്നതെന്ന് പറഞ്ഞാൽ മിനിമം ഒരു 8 ഇഞ്ച് മുതൽ 12 ഇഞ്ച് വരെയാണ്. എല്ലാ സാഹചര്യങ്ങളും നല്ല രീതിയിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ 12 ഇഞ്ച് വരെ വളരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവും എന്നല്ല, അല്ലെങ്കിൽ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ സാഹചര്യങ്ങളനുസരിച്ച് ഒരു 12 ഇഞ്ച് വരെ, 8 മുതൽ 12 ഇഞ്ച് വരെയാണ് ആ ഒരു റേഞ്ച് വരുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രോത്ത് വന്നിട്ടുള്ളത് 7 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് എന്ന് പറയുന്നതിന് ആ ഒരു ഇതിലേക്ക് എത്തിയിട്ടില്ല. 1 ഇഞ്ച് കുറവാണ്, കുഴപ്പമില്ല. നമ്മൾ അത്യാവശ്യം വലുപ്പമുള്ള ടാങ്കും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഫുഡൊക്കെ നല്ല രീതിയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ പറഞ്ഞ റേഞ്ചിനുള്ളിൽ ഇവരുടെ സൈസ് വരാൻ സാധ്യതയുണ്ട്. അതായത് 8 മുതൽ 12 ഇഞ്ച് വരെ. പിന്നെ നമ്മളിതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കി, എല്ലാം ഓക്കെയാണ്, പെർഫെക്റ്റ് ആണ്. ഷേപ്പ് അതുപോലെ തന്നെ ഫിൻസിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ നോക്കി. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഷേപ്പിനും കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ കളറും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട്, ബ്ലാക്കാന്ന് പറഞ്ഞിട്ട് അത് തീരെ മോശമായിട്ടുള്ള ഒരു എന്താ പറയുക കളറൊന്നുമല്ല. ചിലതിൽ നമ്മൾ കണ്ടിട്ടുണ്ട് കുറച്ച് മോശമായിട്ടുള്ള കളർ, ഗ്രേ കളറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കാണാൻ ഇത്തിരി ഭംഗിയില്ലാത്ത ഒരു കളറൊക്കെ. പക്ഷേ ഈ നമ്മുടെ കയ്യിലുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ആൽഗെ വാട്ടറിൽ കിടക്കുന്നതുകൊണ്ടായിരിക്കും. അതിൻ്റെ ബ്ലാക്ക് ആണെങ്കിലും നല്ല ഷൈനി ആയിട്ടുള്ള സ്കിന്നും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ ആ ഒരു വാലിൻ്റെ ഭാഗത്തുള്ള ഓറഞ്ച് കളറൊക്കെ നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ നല്ല രീതിയിൽ ഇവർ കഴിക്കുന്നുണ്ട്. ഈ 3 എണ്ണവും നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫുഡ് എടുക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ കഴിക്കുന്ന കാര്യത്തിലൊന്നും യാതൊരു വിധത്തിലും ഇവർ പുറകോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബക്കറ്റിൽ എടുക്കുന്ന ബ്ലാക്ക് ജയന്റ് ഗൗരാമി. ആദ്യത്തെ ബക്കറ്റിൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്നിട്ട് ഫ്രഷ് വെള്ളം അടിച്ച് നിറച്ചുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എല്ലാ വട്ടവും പറയാറുണ്ട്, ഇതിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നമ്മൾ ഈ ടബിൻ്റെ സൈഡിൽ കാണുന്ന ആൽഗി ഒന്നും കളയാറില്ല, അതുപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത്. അടിഭാഗം നമ്മൾ ക്ലീൻ ചെയ്തു, അതായത് ബേസ് നമ്മൾ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ വെള്ളം മൊത്തമായിട്ട് തന്നെ വലിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രഷ് വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന 2 കണ്ടെയ്നറുകളിലും ഗൗരാമികൾ എടുക്കുന്നുണ്ട്. നമ്മളിനി അവരെയാണ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പോണത്. പക്ഷേ നമ്മൾ വെള്ളം താഴ്ത്തിയിട്ടുണ്ട്, കാരണം അവർ മുകളിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഫുഡാണെന്നൊക്കെ വിചാരിച്ച് ചിലപ്പോൾ ചാടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് മറ്റ് 2 ബക്കറ്റിലും നമ്മൾ വെള്ളം കുറച്ച് താഴ്ത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ബക്കറ്റിലുള്ള ജയന്റ് ഗൗരാമിയെ നമ്മളിതേ ഈ ആദ്യത്തെ ബക്കറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. നമ്മൾ വെള്ളം ഫുള്ളായിട്ട് ടോപ്പപ്പ് ചെയ്തിട്ടില്ല, കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ചിലപ്പോൾ ഒരു പുറത്തേക്ക് ചാടാനൊക്കെ സാധ്യതയുണ്ട്. കാരണം നമുക്ക് അടുത്ത 2 ബക്കറ്റിലും വാട്ടർ ചേഞ്ച് ചെയ്യാനുണ്ട്. അതുവരെ ഇത് ഓപ്പൺ ആക്കി വെച്ചേക്കാണ്.
അതുകൊണ്ട് നമ്മൾ ഫുൾ വെള്ളം നിറച്ചിട്ടില്ല. ആദ്യത്തെ ജയൻറ്റ് ഗൗരാമിയെ അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇട്ടു. ആൾ കുഴപ്പമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് അഡാപ്റ്റ് ആയിട്ട് ഉള്ളതുകൊണ്ട് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. വളരെ കാം ആൻഡ് ക്വയറ്റ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഇതിനെ ഡിസ്പ്ലേ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ വല ഉപയോഗിച്ചാണ് പിടിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവർ കുറച്ച് പിടയ്ക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടെയ്നറിൽ നിന്ന് തിരിച്ചതിലേക്ക് ഇടുമ്പോൾ നമ്മൾ വലയൊന്നും എടുക്കുന്നില്ല. ഈ കണ്ടെയ്നറോട് കൂടി തന്നെ നമ്മൾ ബക്കറ്റിൽ കൊണ്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബക്കറ്റിൽ എടുക്കുന്ന ജയൻറ്റ് ഗൗരാമിയാണ് ഇപ്പോൾ ഈ കണ്ടെയ്നറിൽ എടുക്കുന്നത്. ഇതിൻ്റെ ബോഡി എനിക്ക് കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് തോന്നി. നമ്മൾ ആദ്യം കണ്ട ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിനേക്കാളും കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. ബോഡി മറ്റേതിനേക്കാളും കുറച്ചും കൂടിയും വികസിച്ച് പരന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ബോഡി മൊത്തമായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സൈസും സെയിം തന്നെയാണ്. നമ്മൾ അളന്ന് നോക്കി, ഏകദേശം 7 ഇഞ്ചാണ് വരുന്നത്. ജയൻറ്റ് ഗൗരാമിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ വലുതാവുമ്പോൾ ലെങ്ത്തിനേക്കാൾ കൂടുതൽ, അതായത് ഇവർ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു വണ്ണവും പിന്നെ സൈഡിലുള്ള ഈ ഒരു പരപ്പുമാണ് കൂടി വരുന്നത്. അതായത് ലെങ്ത്തിനേക്കാളും കൂടുതലായിട്ട്. ഇപ്പോൾ നമ്മൾ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ ഇതിനേക്കാൾ വലുതാണ്, പക്ഷേ അവരുടെ ലെങ്ത്ത് 8 ഇഞ്ചേ ഉള്ളൂ. ഇതിന് ഏകദേശം 7 ഇഞ്ച് വരുന്നുണ്ട്. പക്ഷേ സൈസ് ചെറുതാണ്. അതുകൊണ്ട് ലെങ്ത്ത് വെച്ച് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ സൈസ് പറയാനായിട്ട് സാധിക്കില്ല ശരിക്കും. അതായത് വലുതാവുന്നത് ഇതിൻ്റെ ഓവറോൾ വലിപ്പമാണ് കൂടുന്നത്. അതായത് പരപ്പ്, താഴേക്കുള്ള ഒരു പരപ്പും അവരുടെ വണ്ണവും മുകളിൽ നിന്നുള്ള നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു വണ്ണമാണ് കൂടി വരുന്നത്. നീളം പതുക്കെയാണ് കയറുന്നത്. നമ്മൾ നേരത്തെ ആൽബിനോ ജയൻറ്റ് ഗൗരാമിയുടെ വീഡിയോ ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടു കാണും, അവർക്ക് നല്ല സൈസ് ഉണ്ട്. പക്ഷേ അവരുടെ നമ്മൾ ലെങ്ത്ത് അളന്നപ്പോൾ 8 ഇഞ്ചാണ് വരുന്നത്. ഇത് നമ്മൾ അളന്നപ്പോൾ 7 ഇഞ്ച് വരുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ ഡിഫറൻസേ വരുന്നുള്ളൂ. പക്ഷേ ഇവരുടെ സൈസിൽ നല്ല വ്യത്യാസമുണ്ട്. ജയൻറ്റ് ഗൗരാമികൾ നമ്മൾ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന മീനുകളാണ്. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് വാങ്ങി വളർത്താം. പെറ്റ് ഷോപ്പുകളിലൊക്കെ ധാരാളമായിട്ട് സ്റ്റോക്ക് കാണുന്ന ഒരു വെറൈറ്റിയാണ് ജയൻറ്റ് ഗൗരാമി. ഈ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമികളെ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് കിട്ടും. ജയൻറ്റ് ഗൗരാമികളിൽ തന്നെ ഏറ്റവും വില കുറഞ്ഞ വെറൈറ്റിയാണ് ഈ ഒരു ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി എന്ന് പറയുന്നത്. ഇതിൻ്റെ 2 ഇഞ്ച് വരുന്ന സൈസിന് പെറ്റ് ഷോപ്പുകളിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 40 രൂപ 50 രൂപ ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പ്രൈസും ഒരു പ്രോബ്ലമായിട്ട് തന്നെ വരുന്നില്ല. പിന്നെ ഇവർ വെജിറ്റേറിയൻ ഫുഡ് നന്നായിട്ട് കഴിക്കുന്ന മീനുകളാണ്. അതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കോസ്റ്റ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും. ഇവർക്ക് കൊടുക്കാൻ പറ്റിയ വെജിറ്റേറിയൻ ഫുഡിൻ്റെ ഒരു ലിസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് ഞാൻ റിപ്ലൈ ആയിട്ട് അയച്ചു തരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതാണ്. അറിയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ വഴി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമിയെ നമ്മൾ തിരിച്ച് അതിൻ്റെ ബക്കറ്റിൽ തന്നെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ആളും അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മൂന്നാമത്തെ ബക്കറ്റിലെ വാട്ടർ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മൾ വെള്ളം കാര്യങ്ങളൊക്കെ വിറ്റിച്ച് വലയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടെയ്നർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവരെ പിടിക്കുന്നത് മാത്രമാണ് ഒരു പ്രശ്നം. കാരണം വല്ലാതെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഇവരുടെ ശരീരത്തിന് ഡാമേജ് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ അല്ലെങ്കിൽ അവസാനത്തെ ബക്കറ്റിൽ കിടക്കുന്ന ബ്ലാക്ക് ജയൻറ്റ് ഗൗരാമി. ഇത് ചെറുതാണെന്ന് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ സൈസ് അളന്ന് നോക്കി. ഇതിൻ്റെ സൈസ് 7 ഇഞ്ച് കറക്റ്റായിട്ട് വരുന്നില്ല. 6നും 7നും ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ 6 ഇഞ്ചാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ കറക്റ്റ് 6 6നേക്കാളും കൂടുതലുണ്ട്. എന്നാൽ 7ന് താഴെയാണ് നിൽക്കുന്നത്. ഇതിൻ്റെയും ബോഡി നമ്മൾ ഫുള്ളായിട്ട് തന്നെ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം ഓക്കെയാണ്. ഫിൻസും ബോഡിയും കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണ്. എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കിയത്. നമ്മൾ മുമ്പ് പറയാറുള്ളത് പോലെ എന്തെങ്കിലും ഇവർക്ക് ഡിഫക്റ്റോ കാര്യങ്ങളോ ചില സമയങ്ങളിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കുഞ്ഞുങ്ങളെ വാങ്ങി വലുതാക്കി കൊണ്ടുവരുമ്പോൾ ചില സമയത്ത് അംഗവൈകല്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ചെക്ക് ചെയ്തത്. എല്ലാം ഓക്കെയാണ്. 1 വർഷം മുമ്പാണ് ഇവരെ വാങ്ങിയതെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷം നമ്മൾ കുറേ നാളുകൾക്ക് നമ്മൾ വേറെ ജയൻറ്റ് ഗൗരാമികളൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ അടുത്ത് കുറച്ച് നാൾ മുമ്പ്, എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പാണ് നമ്മൾ നമ്മുടെ വൈറ്റ് ജയൻറ്റ് ഗൗരാമികളെ വാങ്ങിയത്. അതായത് വൈറ്റ് ബ്ലാക്ക് ഐ ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ വാങ്ങിയത്. പെറ്റ് ഷോപ്പുകളൊക്കെ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള വെറൈറ്റികൾ കാണാറുണ്ട്. പക്ഷേ നമ്മൾ വാങ്ങിക്കാറില്ലായിരുന്നു. കാരണം നമ്മുടെ സ്പേസ് വളരെ ലിമിറ്റഡ് ആണ്. നമ്മുടെ ബക്കറ്റുകളും ടബുകളെല്ലാം ഫില്ലാണ്. ഇനി നമുക്ക് ഔട്ട്ഡോർ പുതിയ ടാങ്കുകളൊക്കെ സെറ്റാക്കേണ്ടതുണ്ട്. ചിലതിൻ്റെയൊക്കെ വർക്ക് നമ്മൾ ഇപ്പോൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടബുകളിൽ ഇരിക്കുന്ന കുറച്ച് മീനുകളൊക്കെ അതിലേക്ക് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറേ ടബുകളൊക്കെ കാലിയായി കിട്ടും. അങ്ങനെ കാലിയായി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ജയൻറ്റ് ഗൗരാമികളൊക്കെ മേടിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ പിങ്ക് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ പിങ്കിനെ തീർച്ചയായിട്ടും നമ്മൾ വാങ്ങി ഈ ടബുകളിൽ ഇടാമെന്നാണ് വിചാരിക്കുന്നത്. 2 ഇഞ്ചിൻ്റെയൊക്കെ സൈസുള്ള കുഞ്ഞുങ്ങളെയാണ് നമ്മൾ വാങ്ങാറുള്ളത്. അതാകുമ്പോൾ ടബുകളിലൊക്കെ കുറച്ച് കാലം നമുക്ക് വളർത്താനായിട്ട് പറ്റും. പിന്നീട് സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിലേക്കൊക്കെ മാറ്റിയാൽ മതി. ജയൻറ്റ് ഗൗരാമികൾക്ക് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ചെറിയ സ്പേസിലാണെന്നുണ്ടെങ്കിലും അവർ അഡ്ജസ്റ്റ് ആവും. ഈവൺ നമ്മൾ ഈ കാണുന്ന 3 ജയൻറ്റ് ഗൗരാമികളെ നമ്മൾ തുടക്കത്തിൽ ചെടിച്ചട്ടികളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. 2 ഇഞ്ചിൻ്റെ ആ ഒരു ചെറു കുഞ്ഞിനെ നമ്മൾ ടെമ്പററി ആയിട്ട് ഈ 3 കുഞ്ഞുങ്ങളെയും നമ്മൾ ചെടിച്ചട്ടികളിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീടാണ് നമ്മൾ ടബുകളിലേക്കും ബക്കറ്റുകളിലേക്കൊക്കെ മാറ്റിയത്. ആ ഒരു ചെറിയ സ്പേസിൽ വരെ ഇവർ അഡ്ജസ്റ്റ് ആവാറുണ്ട്. മറ്റ് പല മീനുകൾക്കും നമുക്കിതുപോലെ ചെറിയ സ്പേസ് ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കില്ല. അത്യാവശ്യം വലിയ സ്പേസ്. എന്തിന് പറയുന്നത്, നമ്മുടെ ടൈഗർ, ബാർബ്, സീബ്ര പോലുള്ള മീനുകൾക്ക്, ചെറിയ മീനുകളാണെങ്കിൽ പോലും അവരെ നമുക്ക് ചെറിയ സ്പേസിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവർ ചത്തുപോകുന്നത് കാണാം. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കോ
അക്വേറിയങ്ങളൊക്കെ വേണം. ഇത് അത്യാവശ്യം സൈസ് വെക്കുന്ന ഒരു മീനാണ്. എന്നിട്ട് പോലും ചെറിയ സ്പേസിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ആവാറുണ്ട്. നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സ്പേസിൽ വളർത്താൻ ആഗ്രഹം ഉണ്ടായിട്ടല്ല. നമുക്ക് ഔട്ട്ഡോർ ടാങ്കുകൾ സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ലൊക്കേഷനും കാര്യങ്ങളൊന്നും അത്ര സ്യൂട്ടബിൾ അല്ല. കാരണം തെങ്ങുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പോൾ നാളികേരം, പട്ട ഇത്തരം സാധനങ്ങളൊക്കെ വീഴും. അപ്പോൾ നമുക്കറിയാം ടാർപോളിൻ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ടാങ്കുകൾ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ കീറാനും ഡാമേജ് ആവാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു ലൊക്കേഷൻ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ടെമ്പററി ആയിട്ട് ഈ ചെറിയ സ്പേസുകളിൽ വളർത്തുന്നത്. എനിക്ക് പേഴ്സണലി വലിയ സ്പേസുകളിൽ വളർത്താനായിട്ടാണ് താല്പര്യം. അതായത് വലിയ ടാങ്കുകൾ, ടാർപോളിൻ ഉപയോഗിച്ചിട്ടുള്ള വലിയ ടാങ്കുകൾ സെറ്റ് ചെയ്ത് ഡയറക്റ്റ്, അതായത് ലൈറ്റും കാര്യങ്ങളൊക്കെ അടിക്കുന്ന അത്തരത്തിലുള്ളൊരു നാച്ചുറൽ എക്സ്പോഷർ കിട്ടുന്ന ടാങ്കുകളിൽ വളർത്താനാണ് എനിക്ക് താല്പര്യം. അത് തീർച്ചയായിട്ടും നമ്മൾ ഭാവിയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ 3 ബക്കറ്റുകളിലുള്ള ബ്ലാക്ക് ജയന്റ് ഗൗരാമികളുടെ വാട്ടർ ചേഞ്ച് കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളൊരു 3/4 ഭാഗം വരെ ടോപ്പപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല വിരിക്കാനുണ്ട്. വല നമ്മൾ ഇപ്പോൾ വെള്ളം ഫുള്ളായിട്ട് നിറച്ചിട്ടാണ് നമ്മൾ വല വിരിക്കുന്നതെന്നുണ്ടെങ്കിൽ വലയുടെ മുകളിലൊക്കെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ, ഈ വെള്ളത്തിലേക്ക് മുട്ടിക്കഴിഞ്ഞാൽ ആ വലയിലുള്ള പൊടി മുഴുവൻ ഇതിലേക്ക് വീഴും. അതുകൊണ്ടാണ് നമ്മളൊരു 3/4 ഭാഗം നിറച്ചിട്ട് ഇനി നമ്മൾ നെറ്റ് ഇട്ട് മൂടി അതിന് ശേഷമാണ് നമ്മൾ ടോപ്പപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഫുള്ളായിട്ട് നമ്മൾ 1 ഇഞ്ച് താഴെ വരെ നമ്മൾ വെള്ളം ടോപ്പപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് നമ്മൾ നെറ്റ് ഇട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഈ ബക്കറ്റിൽ എടുക്കുന്ന 3 ബ്ലാക്ക് ജയന്റ് ഗൗരാമികളുടെ ഗ്രോത്ത് അപ്ഡേറ്റ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ടാബ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനകത്ത് നമ്മൾ മീനുകളുടെ പേരിൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീഡിയോ സെക്ഷനിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഓരോ മീനുകളുടെ പേരിലും നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ജയന്റ് ഗൗരാമി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ജയന്റ് ഗൗരാമി ബ്രാക്കറ്റിൽ ആൽബിനോ എന്ന് ഇട്ടിട്ടുണ്ടാവും. മറ്റ് വെറൈറ്റികളാണെന്നുണ്ടെങ്കിൽ ജയന്റ് ഗൗരാമി ബ്രാക്കറ്റിൽ ബ്ലാക്ക്. ഇങ്ങനെ കാണുന്നവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മീനുകളെക്കുറിച്ച് അറിയാനായിട്ട് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യമില്ല. നമ്മൾ ചെയ്തിട്ടുള്ള മീനുകളെക്കുറിച്ച് അറിയാനായിട്ട് നേരെ നമ്മുടെ പ്ലേലിസ്റ്റിലേക്ക് പോയാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ഇതുവരെ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.